ഹായ്. പഠനത്തിൽ കുട്ടികൾ പിന്നോക്കം പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളിൽ ഒന്നാമത്തതാണ് കുട്ടിക്ക് ADHD ഉണ്ടാകുക എന്നുള്ളത്. ADHD ഉള്ള കുട്ടികൾ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അതുപോലെ അറ്റൻഷൻ കുറവായിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് കുട്ടികൾക്ക് ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടികൾ പറയുമ്പോൾ റീഡിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടാവും, ചില കുട്ടികൾക്ക് റൈറ്റിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടാവും, ചില കുട്ടികൾക്ക് മാത്സിൽ ബുദ്ധിമുട്ടുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് IQ എന്ന് പറയുമ്പോൾ നോർമൽ IQ എന്നുള്ളത് 90 and above ആണ്. പക്ഷേ ഒരു 70 to 80 ഒരു ബോർഡർ ലൈൻ IQ എന്ന് പറയുമ്പോൾ കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്കൂളിലുള്ള പിയർ ഗ്രൂപ്പിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, സ്കൂളത്തെ അറ്റ്മോസ്ഫിയറിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, വീട്ടിലുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് കുട്ടി പഠനത്തിൽ പിന്നോക്കം പോവാറുണ്ട്. ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അസസ്മെന്റ് നടത്തണം. കുട്ടി എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പഠനത്തിൽ പിന്നോക്കം പോയത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം RCI റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനെ വെച്ചിട്ട് കൃത്യമായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികളിൽ കൊണ്ടുവരാൻ പറ്റും. ഇത്തരത്തിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റോസാപ്പായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.